രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ചടങ്ങിന് മുന്നോടിയായുള്ള പ്രത്യേക പൂജകൾ അയോധ്യയിൽ തുടരുകയാണ്. പ്രതിഷ്ഠാ ചടങ്ങ് സംഘപരിവാർ പരിപാടിയാണെന്ന ആരോപണം വിശ്വ ഹിന്ദു പരിഷത്ത് തള്ളി. രാമക്ഷേത്രത്തിന് ഭീകരവാദ ഭീഷണി അടക്കം ഉള്ള പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും. ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിരീക്ഷണവും വാഹന പരിശോധനയും ശക്തമാക്കി. പ്രതിഷ്ഠാ ചടങ്ങും റിപ്പബ്ലിക് ദിനാഘോഷവും കണക്കിലെടുത്ത് ദില്ലിയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രത്യേക പൂജകൾ രാമക്ഷേത്രത്തിൽ തുടരുകയാണ്. പ്രതിഷ്ഠാ ചടങ്ങ് സംഘപരിവാർ പരിപാടിയാണെന്ന ആരോപണം വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ തള്ളി. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ക്ഷണം നിരസിച്ചെങ്കിലും അണികൾ ക്ഷേത്രദർശനത്തിന് എത്തുകയാണ് എന്ന് അലോക് കുമാർ പറഞ്ഞു. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ശ്രീരാമനെ തള്ളിക്കളഞ്ഞുള്ള രാഷ്ട്രീയമില്ലെന്ന് പറയുന്നവരാണെന്നും രണ്ടാമത്തെ ഗ്രൂപ്പ് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെക്കുന്നവരാണെന്നും VHP ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ വിമർശിച്ചു. ദില്ലി ബാബർ റോഡിന്റെ പേര് അയോധ്യമാർ എന്നാക്കി ഹിന്ദുസേന പ്രവർത്തകർ സ്റ്റിക്കർ പതിച്ചു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് ഗുജറാത്തിലെ കോൺഗ്രസ് MLA രാജിവെച്ചു. വിജാപൂർ MLA CJ ചാവടയാണ് രാജിവെച്ചത്.